ബില്ല് വെച്ചിട്ട് എത്ര ഫാമുകാർക്ക് ധൈര്യമുണ്ട് ബില്ല് വെച്ചിട്ട് മുറാപ്പോത്തിനെ കൊടുക്കാൻ? ഇവിടുന്ന് ഒരു കുട്ടി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു 120 കിലോ ഉള്ളതെന്ന് വെച്ചാൽ ഇത് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവർ പറയും ഏത് രീതിയിൽ വളർത്തണമെന്നുള്ള കാര്യം. ആ രീതി വളർത്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആ ബില്ലോട്ട് തിരിച്ചു വന്നു കുട്ടിയെ മരുന്നല്ല പൈസ തിരിച്ചു. ഇതാണ് കാരണം അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് നമ്മുടെ മലപ്പുറത്ത് മുറാപ്പോത്തുകളെ കൊടുക്കുന്ന ബഫലോക്സ് മുറാ ഫാമിലാണ് നമ്മുടെ കുളത്തൂർ നമ്മുടെ ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള ഫാമാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എടുത്തു പറയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോ അത് പറയണം, ബില്ല് വെച്ചിട്ട് എത്ര ഫാമുകാർക്ക് ധൈര്യമുണ്ട് ബില്ല് വെച്ചിട്ട് മുറാപ്പോത്തിനെ കൊടുക്കാൻ? അത് ഇവരുടെ കോൺഫിഡൻസ് ആയതിന് അതിന്റെ കാര്യം പറഞ്ഞു ബ്രേ. കഴിഞ്ഞ 7 വർഷമായിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓരോ കുട്ടിയും അത് 100 ആയാലോ 250 ആയാലും 300 ആയാലും എല്ലാത്തിനും നിങ്ങളുടെ പ്രൂഫ് ഉണ്ട്. ഇത്രയും വർഷം വിറ്റതിനെല്ലാം നിങ്ങളുടെ തെളിവുണ്ട്. ആരൊക്കെ എവിടെ കൊണ്ടുപോയി അവരുടെ കോൺടാക്ട് എല്ലാം തന്നെ ഉണ്ട്. അതെ, നമ്മൾ കൊടുക്കുന്ന ഗ്യാരണ്ടി കാരണം ബില്ലിൽ നമുക്കറിയാം ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഏത് കുട്ടിയാണ് കൊണ്ട് എത്ര തൂക്കം വന്ന് എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും, അതിനകത്തുണ്ടാവും. അപ്പൊ ഏത് പോത്തിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വളരുന്നത് നമ്മൾ ഇവിടുന്ന് ഫീഡ് പോലെ ഇരിക്കും. ഫീഡിനെ ഡിപ്പെൻഡ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെയാണ് ബ്രീഡിനെ ഡിപ്പെൻഡ് ചെയ്യും. അല്ലേ, മുറയാണെന്നുണ്ടെങ്കിൽ മറ്റേത് ബ്രീഡിനെക്കാട്ടി നല്ല രീതിയിൽ വളരും. ആ ഒരു ഗ്യാരണ്ടി ഇവർക്കുണ്ട്. അതുകൊണ്ടല്ലേ ഇത്രയും സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതല്ലേ ബില്ല് നമ്മൾ ധൈര്യത്തോടെ കൊടുക്കുന്നത്. നമ്മളെ കുട്ടികൾ വളർന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചെടുക്കും. ഓക്കെ, കേട്ടല്ലോ, നമ്മളെ ഫാമിന്റെ ഗ്യാരണ്ടി. അതായത് മലപ്പുറം ഞങ്ങളെ ഫാമിന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കുട്ടികൾക്ക് ഗ്യാരണ്ടിയാ. അത് വളർന്നില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു കൊണ്ടുവന്നോ, അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ ഞങ്ങൾ പറഞ്ഞു. ഒന്നുകിൽ വേറെ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് അതിന്റെ റിസൾട്ട് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഒരു കുട്ടിയുടെ. അതെ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കും. ഒരു 7 വർഷമായിട്ട് ഈ ഫീൽഡ്, കാരണം നമ്മളെ എല്ലാ ഫാമിലും പോയി കേരളത്തിന് അങ്ങേറ്റം പോലെ വീഡിയോ ചെയ്യുന്നതാണ്. അതിനകത്ത് അന്ന് തുടങ്ങിയിട്ട് ഇന്ന് എത്ര ഉണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. വളരെ കുറച്ച്, എനിക്കൊന്ന് വിരലെണ്ണാവുന്ന മാത്രം ഒരു 5 താഴെ ഫാം മാത്രമാണ് ഇത്രയും വർഷമായിട്ട് തുടർച്ചയായിട്ട് ചെയ്യുന്നത്. അപ്പൊ തുടർച്ചയായിട്ട് ഒരു ഫാം സക്സസ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്ന കുട്ടികളുടെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇവർ കൊണ്ട് ഏതെങ്കിലും ക്രോസിനെ കൊണ്ട് കൊടുത്തിട്ട് എത്ര നാൾ ഈ ഫീൽഡിൽ പിടിക്കാൻ പറ്റുന്നത്? ഒരിക്കലും. കാരണം ആളുകൾക്ക് വേറെയുള്ളതാണ്, പല വീഡിയോസ് കാണുന്നതാണ് അല്ലേ. അപ്പോൾ നല്ല കുട്ടികളെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന് ഒരു ഫാം നല്ല രീതിയിലോട്ട് വരും. അപ്പോൾ അങ്ങനെ 7ാമത്തെ വർഷത്തിലാണ് നമ്മുടെ ഫാം നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ എല്ലാ മാസവും സ്ഥിരമായിട്ട് ആവറേജ് 2 വരുന്നുണ്ട് അല്ലേ? ആവറേജ് 2 ഉണ്ട്. ഒരു 5-6 ഒന്നും വേണ്ട നമുക്ക്. ഇല്ല, നമുക്ക് 1-2 ലോഡ് മാക്സിമം കറക്റ്റ് ആയിട്ട് കൊടുക്കും അല്ലേ. അതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടുള്ളത് കഴിഞ്ഞാൽ ബുക്കിംഗ് വെച്ചിട്ട്, അത് എടുത്തു പറയാം, ബുക്കിംഗ് ഇല്ലാണ്ട് നമ്മള് പണ്ട് സീസൺ സമയത്ത് നമുക്ക് ബുക്കിംഗ് ഇല്ലാതെ ഇവിടെ ചെയ്യാൻ പറ്റില്ല. അറിയാലോ, വന്നിട്ട് എന്തോരം പരാതികളാണ് വന്നിട്ട്. ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട് പിന്നെ ബുക്കിംഗിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ സാധനം കിട്ടുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ സീസൺ എന്ന് പറയുമ്പോൾ ഇപ്പൊ പെരുന്നാൾ കഴിയുന്ന സമയം, അതുപോലെ തന്നെ ക്രിസ്മസ്, അതുപോലെ തന്നെ ഈസ്റ്റർ കഴിയുന്ന സമയത്തൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് ഈ സീസൺ അല്ലെ, അന്നേരം വലിയ പോത്ത് കുറെ ഇറങ്ങിപ്പോയിട്ട് ആൾക്കാർ ചെറുതിനെ വാങ്ങിക്കുന്ന സമയമാണ് അല്ലെ. ആ ഒരു സമയത്തൊക്കെ ബുക്കിംഗ് വേണം. ഒരു ചെറിയ എമൗണ്ട് 500 രൂപ അടച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. അപ്പൊ ലോഡ് വരുന്നതനുസരിച്ച് ബുക്ക് ചെയ്യാൻ ഇപ്പോഴും ബുക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ വെച്ചാൽ ഞാൻ അവിടെ ഹരിയാനയിൽ നിന്ന് ഞാൻ തന്നെ വീഡിയോ കോളിൽ കാണിച്ചു. അങ്ങനെയാണ് ഇപ്പൊ ചെയ്തുകൊടുക്കുന്നത്. അതൊക്കെ കേരള പുള്ളിക്കാരന് ഹരിയാന സ്ഥലം കുറെ ഉണ്ട്, പേരൊന്നും പറയാൻ പറ്റില്ല അല്ലെ. ഹരിയാന കുട്ടികൾ ഗ്യാരണ്ടിയാണ്. കാര്യം എന്താ പറയുക, ഇവരുടെ ചാനൽ നമ്മളെ എടുക്കുന്നതിൽ അവർക്ക് അറിയാവുന്ന വീഡിയോ കോളിൽ കാണിച്ചു ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ഇവരുടെ ബ്ലാക്ക് ഗോൾഡ് അതിന്റെ കുറെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ അതിനകത്ത് ബഫലോക്സിന്റെ ഗ്രൂപ്പ്, അതിനൊക്കെ ആയിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ലൈവായിട്ട് പുള്ളി പർച്ചേസ് ചെയ്യുന്ന ഉൾപ്പെടെ നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്. ഹരിയാന കാണാവുന്നതാണ്. അല്ലാതെ നമുക്ക് വേറെ സ്ഥലത്തൊന്നുമല്ല, നേരിട്ട് പുള്ളി തന്നെ എടുക്കുന്നതാണ്. എല്ലാ വീഡിയോ നമ്മൾ പറയുന്നത് ആ ഒരു ഗ്യാരണ്ടി ഉണ്ട് പുള്ളിക്കാരന്. അപ്പൊ അത്രയും ഇതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് മുറ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കുന്നത്. അപ്പൊ ഈ പ്രാവശ്യം എത്ര കുട്ടി ഉണ്ടായിരുന്നു ബ്രോ? നമുക്ക് മൊത്തത്തിൽ 53 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആയാലും കുറെ കുട്ടികൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. കുറെ എണ്ണം മാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. കാരണം ഈ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് കുറെ ആൾക്കാർ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് അവധിയായിട്ട് അവർ വെക്കേഷൻ ആയിട്ട് കറങ്ങാൻ പോകുന്നു. അപ്പോൾ വരാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ 2 ദിവസം കൊണ്ട് സാധനം എന്തായാലും കയറി പൊക്കോളും. അപ്പോൾ നമുക്ക് തൂക്കം നോക്കണം എത്ര മുതൽ എത്ര പേരുണ്ട്? ഇപ്പൊ നമുക്ക് ഇന്ന് വന്ന ലോഡ് എന്ന് പറഞ്ഞാൽ 110-120 കിലോ മുതൽ 300 കിലോ വരെ ചെറുതും വലുതും എല്ലാം ഉണ്ട്. നമുക്ക് പെരുന്നാളിന് നോക്കിയിട്ട് ഇപ്പൊ 5-6 മാസമുള്ള പെരുന്നാളിന് ഇനിയിപ്പോ അടുത്ത ലോഡ് വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ കുട്ടികളാണ് അടുത്ത. അതായത് ഒരു 150 മുതൽ 300 വരെയുള്ള കുട്ടികളാണ് അടുത്ത് വരുന്നുണ്ട്. വലിയ കുട്ടികൾ. ഓക്കെ, അപ്പൊ ആൾക്കാരിപ്പം പെരുന്നാൾ അടുപ്പിച്ച് വലിയ കുട്ടികളോട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറെ ആളുകൾ വലിയ കുട്ടികൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറെ ബുക്കിംഗ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഉള്ളവർക്ക് അടുത്ത ലോഡ് നമ്മൾ കൂടുതലും വലുതായിരിക്കും. അപ്പൊ എന്തായാലും ചെറിയത് വേണ്ടവർക്കുണ്ട്. ഏറ്റവും ചെറിയൊരു 110 മുതലുള്ള കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ വന്നിറങ്ങിയുള്ളൂ. എത്ര മണിക്ക് 7 മണി 6 മണി 7 മണിയായപ്പോൾ സാറിന് വെളുപ്പിന് വരുന്നതാണ്. ഇച്ചിരി ഡിലേ ആയി പോയി. ഇപ്പൊ കുട്ടികൾ തന്നെ ക്ഷീണത്തിൽ കിടക്കുകയാണ് കണ്ടല്ലോ. അപ്പൊ നമുക്ക് മലപ്പുറം കുളത്തൂർ അല്ലേ ബ്രോ, ബഫലോക്സ് മുറ ഫാം. അപ്പം എല്ലാ മാസവും 2 ലോഡ്. നമ്മുടെ ഫാം എന്ന് പറയുന്നത് പാലക്കാട് അവർക്ക് വരാം. പട്ടാമ്പിന്ന് ഏകദേശം നമ്മുടെ ഫാമിലോട്ട് വരുന്നത് ഒരു 22-24 കിലോമീറ്റർ. അതായത് പാലക്കാട്, അതുപോലെ കാലിക്കറ്റ്, വയനാട്, കണ്ണൂര് ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട്. കാരണം നിങ്ങൾക്കറിയാം പാലക്കാട് ഫാം ഇട്ട് കഴിഞ്ഞാൽ അവിടെ അറിയാം പല ചന്തകളുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ നിന്നെല്ലാം ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നത്. ഏറ്റവും കൂടുതൽ പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, ഇവിടെ നിന്ന് എല്ലാവർക്കും വരാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഫാമിന്റെ ലൊക്കേഷൻ. അതുപോലെ തന്നെ ഇപ്പൊ വണ്ടിയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവിടെ വേണം. ഇപ്പൊ ചിലപ്പോൾ നേരിട്ട് വരാൻ പറ്റാത്ത സാധനമാണ്
അറേഞ്ച് ചെയ്ത് കൊടുക്കാമല്ലോ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെയുള്ള. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ വീഡിയോ നമ്പർ ഉണ്ട്, മലപ്പുറം ബഫലോക്സ് മുറ ഫാം. അപ്പോൾ ഇതുപോലെ കുറേ ഗ്രൂപ്പ് ഉണ്ട്, കർഷക ഗ്രൂപ്പ് ഉണ്ട്, അതെല്ലാം തന്നെ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് അറിയാൻ കഴിയും. പുള്ളിക്കാരൻ ഓരോ ലോഡും പോയി എടുത്ത് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചത് കേട്ടോ. അപ്പോൾ കൂടുതൽ ഒരു മറക്കണ്ട, കണ്ടല്ലോ ആദ്യം തന്നെ ഇത് കാണിച്ചതല്ലോ ബില്ലിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ എന്തായാലും കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ബ്രോയെ ഒന്ന് കോൺടാക്ട് ചെയ്തു.